1947 മുതൽ 2024 വരെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള 10 മാറ്റങ്ങൾ. ഓരോ വർഷം കഴിയുമ്പോഴും കേരളത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണല്ലേ? അപ്പോൾ കഴിഞ്ഞ 75 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള കോഡ് ഈ വീഡിയോയുടെ ഇടയിൽ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആ സീക്രട്ട് കോഡ് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ഫിൽ ആക്കൂ. ബോൾട്ടിന്റെ TWS സ്വന്തമാക്കൂ. നമ്പർ 10. ഗതാഗത സൗകര്യങ്ങൾ. കഴിഞ്ഞ 75 വർഷങ്ങൾ പരിശോധിച്ചാൽ നമുക്കേറ്റവുമധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് ഗതാഗത സൗകര്യങ്ങളിലാണ്. 1970-80 കാലഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയെത്തണമെങ്കിൽ 2-3 ദിവസം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നത് മണിക്കൂറുകളായി ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഓരോ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന മികച്ച റോഡുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ എയർപോർട്ടുകളും അവിടെ നിന്നും ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും എത്തിപ്പെടാനുള്ള വിമാനങ്ങളും യാത്രകളിലുണ്ടായ മാറ്റങ്ങളിൽ വലുതാണ്. ലോകത്താദ്യമായി തന്നെ വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ്. അതുപോലെ തന്നെ സാധാരണക്കാർ ഏറ്റവുമധികം ആശ്രയിക്കുന്ന ട്രെയിൻ ഗതാഗത മേഖലയിലും ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ കൊച്ചി മെട്രോയും വന്ദേഭാരതും വരെ ഉൾപ്പെടുന്നു. 4 വരിപ്പാതകൾ 6 വരിപ്പാതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനു മുൻപേ ടാറിട്ട റോഡുകൾ തന്നെ വളരെ വിരളമായിരുന്നു. എന്നാലിപ്പോഴുള്ള കണക്കുകളനുസരിച്ച് കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങളിൽ ഓരോ വർഷവും 11% വർധന ഉണ്ടാകുന്നത്. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഈ മേഖലയിൽ മികച്ച പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 9. വാർത്താവിനിമയം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ വാർത്താവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് റേഡിയോയും ഒപ്പം തന്നെ പത്രങ്ങളുമാണ്. പിന്നീട് പതുക്കേത് ടെലിവിഷനിലേക്ക് മാറി. ദൂരദർശൻ മാത്രം കിട്ടിയിരുന്ന കാലത്തുനിന്ന് സ്വകാര്യ ചാനലുകളുടെ വരവോടെ വൻ കുതിച്ചുചാട്ടം തന്നെയാണുണ്ടായത്. പിന്നീട് എടുത്തുപറയേണ്ടത് ഫോണുകളുടെ കാര്യമാണ്. ഒരു വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ എന്ന നിലയിൽ നിന്ന് ഒരു വീട്ടിലെ എല്ലാവർക്കും ഓരോ ഫോൺ എന്ന നിലയിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ടിവന്നില്ല. പിന്നീട് ആ ഫോണുകൾ സ്മാർട്ടായി. വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയവയെല്ലാം നമ്മുടെ വിരൽ തുമ്പിലെത്തി. ലോകത്തിന്റെ എതുകോണിൽ നടക്കുന്ന കാര്യവും നിമിഷനേരം കൊണ്ട് നമ്മളറിയുന്ന രീതിയിലായി. 29 രൂപ കൊടുത്ത് റീചാർജ് ചെയ്തിരുന്ന കാലത്തുനിന്നും നമുക്ക് 10 വർഷം പോലും വേണ്ടിവന്നില്ല 5Gയിലേക്ക് എത്താൻ. നമ്പർ 8. ആരോഗ്യമേഖല. ആരോഗ്യരംഗത്ത് കഴിഞ്ഞ 75 വർഷമായി കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഏതാണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ആരോഗ്യ നിലവാര കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. അംഗീകൃത ആരോഗ്യമാനദണ്ഡങ്ങളായ പൊതുശിശു മാതൃമരണ നിരക്ക് കുറച്ചുകൊണ്ടുവരുവാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമിക കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുവാൻ സഹായിച്ചിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിനെ പിടിച്ചുകുലുക്കിയ വസൂരി പോലെയുള്ള രോഗങ്ങൾ കൂട്ടായ പരിശ്രമത്തോടെയാണ് കേരളത്തിൽ നിന്നും തുടച്ചുമാറ്റിയത്. നിപ്പ പോലെയുള്ള വലിയ പ്രതിസന്ധി സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായാണ് വലിയ ദുരന്തങ്ങളുണ്ടാകാതിരുന്നത്. കോവിഡ് മഹാമാരി കാലത്തും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ പലപ്പോഴും ലോകത്തിനു തന്നെ മാതൃകയായിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളിലെ ആളുകൾക്കും അത്യാധുനിക ചികിത്സകൾ ലഭിക്കുന്നൊരു കാലം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 7. വിദ്യാഭ്യാസം. 100% സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമെന്ന ടാഗ്ലൈൻ മാത്രം മതി കഴിഞ്ഞ 25 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന പുരോഗതി മനസ്സിലാക്കാൻ. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഉന്നത ജാതിയിലുള്ളവർക്ക് സ്കൂളുകളിൽ പ്രവേശനം എന്നിടത്തു നിന്ന് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം, അതും മികച്ച സൗകര്യത്തോടെന്നതിലേക്ക് കേരളം വളരെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവിധ പ്രൊഫഷണൽ കോഴ്സുകളും കേരളത്തിൽ നിന്നു തന്നെ പഠിക്കാവുന്ന രീതിയിലാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യത്തിൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്കൂളുകളോട് കിടപിടിക്കുന്ന പല സ്കൂളുകളും ഇന്ന് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ NIT, IIT ക്യാമ്പസുകളും ഇന്ന് കേരളത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്പർ 6. കുടുംബവും കുട്ടികളും. നമ്മുടെ എല്ലാം 2 തലമുറ മുന്നേ നോക്കിയാൽ ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് 5 മക്കളെങ്കിലും ഉണ്ടാകും. പിന്നെ അവരുടെ കുടുംബവും കുട്ടികളുമൊക്കെയായി ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് അത് പതുക്കെ മാറാൻ തുടങ്ങി. കുടുംബ വ്യവസ്ഥ ഇന്ന് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവൂ. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബമായി അത് മാറിക്കഴിഞ്ഞു. കൂടാതെ ഒരു വീട്ടിൽ 1-2 കുട്ടികളെന്ന രീതിയിലേക്കു മാറി. വിദ്യാഭ്യാസ രീതിയിലുണ്ടായ പുരോഗതിയും കുടുംബാസൂത്രണത്തിലുണ്ടായ പുരോഗതിയുമാണ് വലിയ മാറ്റങ്ങളുണ്ടാക്കിയത്.
അതുകൊണ്ട് കുട്ടികൾക്ക് മികച്ച ആരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താൻ പേരൻസിന് കഴിയുന്നു. എന്നാൽ പണ്ടത്തെ കുടുംബങ്ങളിലെ ഒത്തൊരുമ ഇന്ന് കുറവാണ്. നമ്പർ 5. ആഘോഷങ്ങളും ആചാരങ്ങളും. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണല്ലോ നമ്മുടെ സ്വന്തം കേരളം. അതുകൊണ്ടുതന്നെ ഏതുതരത്തിലുള്ള ആഘോഷവും എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ് കൂടാതെ ഹോളി, ദീപാവലി തുടങ്ങിയവയും അതിഗംഭീരമായി നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഓരോ വർഷം കഴിയുംതോറും ഓരോന്നും കൂടുതൽ ആർഭാടമായി നമ്മൾ ആഘോഷിക്കുന്നു. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്ന നാടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റേത്. വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും അതിനു വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുന്നൊരു തലമുറ അടുത്തന്നെയുണ്ടാകും. നമ്പർ 4. ജോലികൾ. കേരള രൂപീകരണ സമയത്ത് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളുടെയും ജോലി എന്നത് കൃഷി തന്നെയായിരുന്നു. അതുകൂടാതെ കുലത്തൊഴിലായി ചെയ്തിരുന്ന ജോലികളുമുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ തൊഴിൽ മേഖലയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റു നാടുകളിൽ ജോലി തേടി പോകുന്ന ആളുകളുടെ എണ്ണവും ഓരോ വർഷം കഴിയുംതോറും കൂടിക്കൂടി വരുന്നു. ആദ്യകാലങ്ങളിൽ ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റം പതിയെ പതിയെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാക്ഷരത കൂടുന്നതുകൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ. മികച്ച വിദ്യാഭ്യാസമുണ്ടായിട്ടും നല്ല ജോലി ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരും ഇന്നിവിടെയുണ്ട്. നമ്പർ 3. വീടുകളും കെട്ടിടങ്ങളും. ഓലയും ഓടും മേഞ്ഞ വീടുകളായിരുന്നു ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ. പിന്നീട് അത് കോൺക്രീറ്റിലേക്ക് മാറാൻ തുടങ്ങി. ഒരു നിലയിൽ നിന്നും 2 നിലയും 3 നിലയും ഒക്കെയായി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് വീടിന്മേലാണ്. താമസിക്കാനുള്ള ഒരിടമെന്നതിൽ നിന്ന് ആർഭാടമെന്ന നിലയിലേക്കാണ് ഇന്നുള്ള ഭൂരിഭാഗം ആളുകളും വീട് വയ്ക്കുന്നത്. ഓടിട്ട വീടുകൾ പോലും ഇന്ന് കേരളത്തിൽ വിരളമാണ്. കേരളത്തിൻ്റെ പ്രധാന നഗരങ്ങളിലെല്ലാം 20ഉം 25ഉം നിലകളുള്ള ഫ്ലാറ്റുകൾ വന്നു തുടങ്ങിയത് 2000-ഓടെയാണ്. വീടെന്നതിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഇന്നെല്ലായിടത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 2. പരിസ്ഥിതിയും കാലാവസ്ഥയും. അതിമനോഹരമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൊണ്ടുതന്നെ സമ്പന്നമായിരുന്നു നമ്മുടെ കേരളം. മാറിയ വികസന രീതികളും ജീവിതശൈലിയും മാറ്റം വന്നതോടെ തന്നെ ഏറ്റവും കൂടുതൽ ആഘാതം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂപ്രകൃതിക്കു തന്നെയാണ്. വലിയ തോതിൽ പാടങ്ങളെയും നദികളും ഭൂപ്രകൃതികളും നമുക്ക് നഷ്ടമായി. ഒപ്പം മലിനീകരണ ഭീഷണിയും. പ്രകൃതിയിലുണ്ടായ ഈ മാറ്റങ്ങൾ കാലാവസ്ഥയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതികഠിനമായ ചൂടും വരൾച്ചയും പേമാരിയും വെള്ളപ്പൊക്കവും ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ട്. ശുദ്ധജല സ്രോതസ്സുകളും വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ കൃഷികളെയും ബാധിച്ചിട്ടുണ്ട്. അരിയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയ അവസ്ഥയാണിപ്പോൾ. നമ്പർ 1. വസ്ത്രധാരണ രീതി. മാറിവരുന്ന എല്ലാ ട്രെൻഡുകളും ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇന്ന് വസ്ത്രധാരണ രീതിയിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ സിനിമകളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. നാടൻ വസ്ത്രധാരണ രീതിയിൽ നിന്ന് വെസ്റ്റേൺ രീതിയിലേക്കേറെ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ജെൻഡർ ന്യൂട്രൽ വസ്ത്രങ്ങളും ഇന്ന് ട്രെൻഡിംഗ് ആണ്. മുൻപ് ഏതെങ്കിലും ഒരു ആഘോഷത്തിന് വസ്ത്രങ്ങൾ വാങ്ങുക എന്നതിൽ നിന്ന് ട്രെൻഡിനനുസരിച്ച് വാങ്ങുക എന്ന രീതിയിലേക്കായി. ഇതിന് ഓൺലൈൻ ഷോപ്പുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ 75 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മറ്റ് മാറ്റങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറക്കാതെ ഗീവവേയിൽ പങ്കെടുക്കണേ.